നമുക്ക് ഇതുപോലെ കപ്പ നട്ട് കഴിഞ്ഞാൽ ഒരു ചുവട്ടിൽ നിന്ന് നമുക്ക് മിനിമം ഒരു 50 കിലോയെങ്കിലും പറിക്കാം. ഞാൻ ഈ പറയുമ്പോൾ 50 കിലോ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോകുന്നുണ്ട്. നമ്മൾ കൃത്യമായ സമയത്ത് മെയ് അവസാനം കപ്പക്കണ്ട് നമ്മൾ നല്ല എന്താ പറയണ്ടേ നല്ല വിത്ത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ജൈവ രീതിയിൽ നമ്മൾ ആവശ്യത്തിന് തോലും അല്ലെങ്കിൽ ഇലകളും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിണ്ണാക്കൊക്കെ ഇട്ട് നന്നായിട്ട് നമ്മൾ നല്ല ഭൂമി ഇളക്കമുള്ള മണ്ണിൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു ചുവട്ടിൽ നിന്ന് 100 കിലോ വരെയും പറിക്കുന്നുമുണ്ട്. വേണ്ട, നമുക്കൊരു 10 കിലോ കിട്ടിയാൽ മതി. എങ്കിൽ പോലും നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് അത്രമാത്രം നല്ല പൂള അല്ലെങ്കിൽ കപ്പ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഭക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കപ്പ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. ഈ കപ്പയ്ക്ക് വളമിട്ട് അതിൻ്റെ ചുവടെല്ലാം വൃത്തിയാക്കി അതിന് നല്ല വേരോട്ടം വരുത്താൻ വേണ്ടിയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിതാ ഈ കപ്പകളൊക്കെ ഞാൻ ജൂൺ പകുതി കഴിഞ്ഞപ്പോൾ എനിക്ക് നടാൻ പറ്റിയത്. കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ജൂൺ പകുതി കഴിഞ്ഞാണ് ഞാൻ നട്ടത്. പക്ഷേ ഇതിന് ഞാനിപ്പോഴാണ് ഇത് വളപ്രയോഗവും അതേപോലെ തന്നെ ഇതിനെ ഞാൻ അതിൻ്റെ ചുവട്ടിൽ പുല്ലൊക്കെ വന്നപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ കപ്പയ്ക്ക് ഇട കളിക്കുമെന്ന് പറയും. ഇതിൻ്റെ ചുവട്ടിൽ ഇതിന് വേരുകളൊക്കെ വരത്തക്ക രീതിയിൽ നമ്മൾ കുറച്ച് ജൈവ ചെടി ഇനി ഒഴിച്ചു കൊടുക്കണം. ചാണകവെള്ളവും അതുപോലെ തന്നെ ശീമക്കൊന്നിൻ്റെ ഇലയോട് കൂടിയിട്ട് നമ്മൾ ഗോമൂത്രം അതേപോലെ തന്നെ പച്ചച്ചാണകം ശീമക്കൊന്നിൻ്റെ ഇല പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്ക് ഇത് നമ്മൾ കലക്കി വെച്ച് ഒരു 15 ദിവസം കഴിഞ്ഞ് അതിന് 1 ലിറ്റർ എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതാണ് നമ്മളിപ്പോൾ പൂളയ്ക്ക് നമ്മൾ ചെയ്യുന്നത്. രാസവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല, നമ്മുടെ പറമ്പിലേ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ ചുവടൊക്കെ ഇതേപോലെ നമ്മൾ നല്ല വൃത്തിയാക്കി ഇത് നല്ല വേരോട്ടം വരണേ. കാരണം പൂളയ്ക്ക് ഈ സമയത്താണ് മഴയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ വേരുകൾക്ക് നന്നായി ഓടിപ്പോയിട്ട് ആവശ്യത്തിനുള്ള വളങ്ങൾ ശേഖരിക്കാനുള്ള സമയമാണിപ്പോൾ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കാട്ടിലെ ചുവട്ടിലെ മുഴുവൻ പുല്ലുകളൊക്കെ മാറ്റി കൊടുത്ത് നല്ല വൃത്തിയാക്കി ഇത് കളച്ച് നല്ല പരുവത്തിൽ ചുവട്ടിൽ നല്ല ഇളക്കം വന്നു കഴിയുമ്പം ഈ വേരുകൾക്ക് നന്നായിട്ട് ഓടാനും അതനുസരിച്ച് ഇവർക്ക് വളങ്ങൾ വലിച്ചെടുക്കാനും സാധിക്കും. അപ്പം ഇത് വളരെ കൃത്യമായിട്ട് ഇതേപോലെ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലിയ വലിപ്പത്തിലുള്ള നീളം കൂടിയ നല്ല പൂള നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് 3 തണ്ടാണുള്ളത്. അപ്പോൾ ഈ 3 തണ്ട് നമ്മൾ നിർത്തിയിട്ട് കാര്യമില്ല. അതിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഒരു തണ്ട് നമ്മൾ ഒടിച്ച് കളയുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി മുമ്പ് നമ്മൾ ഒടിച്ച് കളയേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കത് ഒടിച്ച് കളയാൻ സമയം കിട്ടിയത്. അപ്പം ഇതേപോലെ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ചുവട് ഒരുക്കി കഴിഞ്ഞാൽ മാത്രമേ നല്ല കിഴങ്ങുകൾ വരുള്ളൂ. ഈ കിഴങ്ങെന്ന് പറയുമ്പോൾ നീളമുള്ള കിഴങ്ങ് മാത്രമല്ല വലിപ്പമുള്ള കിഴങ്ങ് വരണം. നല്ല വലിപ്പമുള്ള കിഴങ്ങ് വരണമെങ്കിൽ മണ്ണിന് നല്ല ഇളക്കം വേണം. മണ്ണിന് നല്ല ഇളക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വേരുകൾ മണ്ണിലൂടെ അങ്ങ് പോയിട്ട് അതിന് നല്ല വലിപ്പത്തിലുള്ള ആവശ്യത്തിന് വേര് വലിച്ച് വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ നമുക്ക് ലഭ്യമാവുള്ളൂ. വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് നല്ല നൂറുണ്ടാവുള്ളൂ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ എങ്ങനെ ഇതിൽ ചുവട് ഇറക്കി കൊടുക്കാൻ പറ്റുമോ ആ ചുവടങ്ങ് ഇറക്കി കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുള്ളൂ. നമ്മൾ ശരിയായ രീതിയിൽ ചുവട് ഇറക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ കിഴങ്ങുകൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ശരിയായ രീതിയിൽ കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ല കപ്പ അല്ലെങ്കിൽ പൂള നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 6-7 മാസം നമ്മൾ കഷ്ടപ്പെട്ട് ഇത് 8-ാം മാസം പറിക്കാൻ പറ്റുന്ന പൂളക്കമ്പാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത് വളർച്ചയില്ല, നല്ല രീതിയിൽ ഇത് വളർന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഒപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നില്ല.
പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അതിൽ തൊട്ടടിയിൽ തന്നെ ബെൽ ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബെൽ ബട്ടണിൽ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓൾ ഓപ്ഷൻ വരും. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങളും കൃഷി ചെയ്തിരിക്കുന്നതോ എനിക്ക് അയച്ചു തരുമോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പച്ചക്കറി ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതായത് കീടബാധകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ജൈവ രീതിയിൽ നമ്മുടെ കൃഷികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഈ ഭാഗങ്ങളിലൊക്കെ പൂള നട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ അപ്പുറത്തെ സ്ഥലമുണ്ട്. അവിടെയും എനിക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള പൂള കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. ഇതൊരു 5 സെൻറ്റിലാണ്. ഇവിടെ പല കൃഷിയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പൂളയിൽ കൂടി കൃഷി ചെയ്യുന്നതുള്ളൂ. അപ്പം നമ്മൾ ഈ പൂള തണ്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല പൂളയിൽ നിന്ന് അല്ല കപ്പയിൽ നിന്നായിരിക്കണം നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടിയ കപ്പയുടെ തണ്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കപ്പ നട്ടതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ കപ്പ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി ഈ സമയത്ത് ഈ മഴ പോയ സമയത്ത് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചുവട്ടിലൊക്കെ ഇപ്പോൾ നനവുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ജൈവമൊക്കെ ഇത് ചുവട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് വേരോട്ടത്തിന് നമ്മൾ മണ്ണിനെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.